ഹായ് ഓൾ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ആൻഡ് ഇന്ന് നമ്മൾ പ്രോസ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫസ്റ്റ് ഇയറിലെ കോർ പേപ്പർ നമ്പർ 1 ആയ പ്രോസ്. ആൻഡ് പ്രോസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പ്രോസ് എന്ന് പറയുന്നത് ഒരു ഓർഡിനറി ലാംഗ്വേജിലുള്ള ഒരു സ്റ്റോറി എന്നൊക്കെ പറയാം. ഓർഡിനറി ലാംഗ്വേജ് ആയിരിക്കും, സാധാരണ നമ്മൾ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജിലായിരിക്കും നമ്മുടെ പ്രോസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു ബുക്കിൽ, പ്രോസ് എന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 2 സെക്ഷനാണുള്ളത്. ഒന്ന് ഡീറ്റെയിൽഡും മറ്റൊന്ന് നോൺ ഡീറ്റെയിൽഡും ആണ്. സോ ഡീറ്റെയിൽഡ് നമുക്കൊരു 12 ചാപ്റ്റേഴ്സാണുള്ളത്. നോൺ ഡീറ്റെയിൽഡ് അതിലൊരു 9 ചാപ്റ്റേഴ്സാണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആൻ എപ്പിസോഡ് ഫ്രം ഡോക്ടർ ക്രോണിൻസ് മെഡിക്കൽ കരിയർ. ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമ്മുടെ ചാപ്റ്റർ 3 ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്, ക്രോണിൻസ് മെഡിക്കൽ കരിയർ. അപ്പം ടൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരാളുടെ മെഡിക്കൽ കരിയറിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ക്രോണിനാണ്. സോ നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ്. പീപ്പിൾ ഇൻ ദ വില്ലേജസ് ആർ നോട്ട് അവെയർ ഓഫ് സർട്ടൻ ഡിസീസസ്. ദർ ഇഗ്നോറൻസ് ലെറ്റ്സ് ദം ടു ഡിസ്ട്രക്ഷൻ. ദിസ് എസ്സേ വിൽ ഹെൽപ്പ് യു ടു ലേൺ ഹൗ ദ പീപ്പിൾ ഇൻ എ വില്ലേജ് ആർ ബ്രോട്ട് ഔട്ട് ഓഫ് ദർ ഇഗ്നോറൻസ്. സോ അപ്പോൾ ഒരു വില്ലേജിൽ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ചില ഡിസീസസിനെ കുറിച്ചിട്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വില്ലേജിൽ ഉള്ള ആളുകളുടെ ഒരു എന്താണ്, ചില അസുഖങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതേപോലെ അവരുടെ ആ ഒരു ഇഗ്നോറൻസ്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞത് കൊണ്ട് തന്നെ അവർക്കുണ്ടായ നാശങ്ങളെ കുറിച്ചിട്ടും അതൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പം ഈ ഒരു എസ്സേ കൊണ്ട് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ആ വില്ലേജിലെ പീപ്പിൾ മനസ്സിലാക്കിയത് ആ ഒരു ഇഗ്നോറൻസ് കാരണമുണ്ടായ ഒരു അത്രയും വലിയ ഡിസ്ട്രക്ഷൻ അങ്ങനെ ഉണ്ടായതിനെ എങ്ങനെ അവർ ഓവർകം ചെയ്തു, എങ്ങനെയാണ് അത് അവർ മനസ്സിലാക്കിയെടുത്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഈ ഒരു എസ്സേ ഉള്ളത്. സോ പ്ലാൻ ഓഫ് സ്റ്റഡിയിൽ നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ഫസ്റ്റ്, അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. ദെൻ ഓതർ ഉണ്ട്, ഓതർ ഇൻട്രോ ഉണ്ട്, അപ്പം ഓതറിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. സിനോപ്സിസ് ഉണ്ട്, ഗ്ലോസറി ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്. സോ നമുക്ക് നോക്കാം എന്താണ് ക്രോണിൻസ് മെഡിക്കൽ കരിയർ എന്നുള്ളത്. സോ ഇതാണ് നമ്മുടെ ഓതർ. അപ്പോൾ നമ്മുടെ ഓതറിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ആർച്ചിബാൾഡ് ജോസഫ് ക്രോണിൻ, 19 July 1896 to 6 January 1981. He was a Scottish novelist, dramatist and non-fiction writer who was one of the most renowned storytellers of the 20th century. അപ്പം അദ്ദേഹം ആരൊക്കെയായിരുന്നു? ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റ് ആയിരുന്നു, ഡ്രമാറ്റിസ്റ്റ് ആയിരുന്നു, നോൺ ഫിക്ഷൻ റൈറ്റർ ആയിരുന്നു. അതേപോലെ തന്നെ 20th സെഞ്ച്വറിയിലെ ഒരു നല്ലൊരു സ്റ്റോറി ടെല്ലേഴ്സിൽ ഒരാൾ കൂടെ ആയിരുന്നു ആര്? നമ്മുടെ ക്രോണിൻ. His best known works are The Stars Look Down, The Citadel, The Keys of the Kingdom and The Green Years, all of which were adapted to film. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെയാണിത്. അതിലത്തെ ആ വർക്ക്സൊക്കെ അത് ഫിലിമാക്കി മാറ്റിയിട്ടുണ്ട്. He also created the Dr. Finlay character, the hero of a series of stories that served as a basis for long-running BBC television and radio series entitled Dr. Finlay's Case Book. അതേപോലെ തന്നെ ഡോക്ടർ ഫിൻലേ എന്നൊരു ക്യാരക്ടർ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സീരീസ് ഉണ്ട്, അതിൽ BBC പോകുന്ന ഒരു സീരീസിൽ ഒരു ക്യാരക്ടറായ ഡോക്ടർ ഫിൻലേനെ ക്രിയേറ്റ് ചെയ്ത് ഇദ്ദേഹമാണ്. ആൻഡ് റേഡിയോ സീരീസ് ഉണ്ട്, ആ റേഡിയോ സീരീസിൻ്റെ നെയിം എന്താണ്? ഡോക്ടർ ഫിൻലേസ് കേസ് ബുക്ക് എന്നായിരുന്നു. സോ അദ്ദേഹം അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു റൈറ്ററാണ്. Cronin was born at Rosebank Cottage in Cronin'S, Dunbartonshire, the only child of a Protestant mother, Jessie Cronin, and a Catholic father, Patrick Cronin, and would later write of young men from similarly mixed backgrounds. So അദ്ദേഹം ജനിച്ചത് ഡൺബാർട്ടൺഷയറിലെ റോസ് ബാങ്ക് കോട്ടേജിലായിരുന്നു, കാർഡ്രോസിലുള്ളത്. ആൻഡ് അദ്ദേഹം ഒറ്റ മോനാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും. സോ പ്രൊട്ടസ്റ്റൻ്റ് മദറായ ജെസ്സി ക്രോണിൻ്റെയും കാത്തലിക് ഫാദറായ പാട്രിക് ക്രോണിൻ്റെയും മോനാണ് ക്രോണിൻ, നമ്മുടെ AJ ക്രോണിൻ. So, and would later write of young men from similarly mixed backgrounds. So, his paternal grandparents were the proprietors of a public house in Alexandria. So, അലക്സാൻഡ്രയിലുള്ളൊരു പബ്ലിക് ഹൗസ് ഉണ്ട്. ആ ഒരു പബ്ലിക് ഹൗസിൻ്റെ ഓണേഴ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പാരൻസ്. നമ്മളിവിടെ കണ്ടുവല്ലോ, ഹിസ് പാറ്റേണൽ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്നുണ്ട്. പാറ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദറിൻ്റെ മോം ആൻഡ് ഡാഡ്, അല്ലെങ്കിൽ
പാരൻസിനെയാണ് പെറ്റേണൽ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്നത്. ഹിസ് മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛനും അമ്മേനെയാണ്. സോ ഹിസ് മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ആർച്ചി ബ്ലാക്ക് മോntgomery was a hater who owned a shop in Dumbarton. After their marriage, Cronin's parents moved to Helensburgh, where he attended Grand Street School. When he was 7 years old, his father, a commercial traveler, died of tuberculosis, and his mother moved to her parents' home in Dumbarton, and she soon became the first female public health inspector in Scotland. So, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അച്ഛനായ ആർച്ചിബാൾഡ് മോntgomery എന്ന് പറയുന്നത് ഒരു ഡംബാർട്ടൺ ഉള്ള ഒരു ഷോപ്പിൻ്റെ ഓണറായിരുന്നു. അവരുടെ മാരേജിന് ശേഷം ക്രോണിൻസിൻ്റെ പാരൻസ് ഹെലൻസ്ബർഗിലേക്ക് മൂവ് ചെയ്തു. അവിടെ ഒരു ഗ്രാൻഡ് സ്ട്രീറ്റ് സ്കൂളിൽ അറ്റൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൽ അറ്റൻഡ് ചെയ്തു. സോ വെൻ ഹി വാസ് 7 years old, ഹിസ് ഫാദർ എ കൊമേഴ്ഷ്യൽ ട്രാവലർ. അപ്പം അദ്ദേഹം ക്രോണിന് ഒരു 7 years old ഉണ്ടാവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു കൊമേഴ്ഷ്യൽ ട്രാവലറായിരുന്നു. അദ്ദേഹം ട്യൂബർക്ലോസിസ് വന്ന് മരിച്ചുപോയി. ഹി ആൻഡ് ഹിസ് മദർ മൂവ് ടു ഹെർ പാരൻസ് ഹോം ഇൻ ഡംബാർട്ടൺ. സോ അദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ വീട്ടിലേക്ക് അവർ രണ്ടുപേരും മാറി താമസിച്ചു. ആൻഡ് ഷീ സൂൺ ബിക്കെയിം ദ ഫസ്റ്റ് ഫീമെയിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ. സ്കോട്ട്ലാൻഡിലെ ഫസ്റ്റ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറായി മാറിയാർ നമ്മുടെ ക്രോണിൻ്റെ മദർ. Cronin was not only a precocious student at Dumbarton Academy who won many prizes and writing competitions, but an excellent athlete and footballer. അപ്പം ക്രോണിൻ എന്ന് പറയുന്ന ഒരു പ്രിക്കോഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് മാത്രമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വയസ്സിന് ക്കാളും കൂടുതൽ ബുദ്ധി എന്ന് പറയുന്നില്ലേ, അപ്പം അങ്ങനത്തെ ഒരു സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നില്ല അദ്ദേഹം. ആരുടെ കൂടെയായിരുന്നു, അതുപോലെ ഒരുപാട് പ്രൈസും റൈറ്റിംഗ് കോമ്പറ്റീഷനിലും എല്ലാം വിൻ ചെയ്യുന്ന ഒരാൾ മാത്രമല്ല, അദ്ദേഹം ഒരു അത്ലറ്റ് കൂടെയായിരുന്നു. അത്ലറ്റും ഫുട്ബോളറും ആയിരുന്നു അദ്ദേഹം. From an early age, he was an avid golfer, a sport he enjoyed throughout his life, and he loved salmon fishing as well. അപ്പം ഏർലി ഏജിലൊക്കെ അദ്ദേഹത്തിന് ഗോൾഫ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഫുള്ള് എൻജോയ് ചെയ്ത് കളിച്ചൊരു സ്പോർട്സും കൂടെ ആയിരുന്നു അത്. The family later moved to York Hill, Glasgow, where he attended St. Aloysius College. Due to his exceptional abilities, he was awarded a scholarship to study medicine at the University of Glasgow in 1914. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്തു, യോർക്ക് ഹില്ലിലേക്ക് മൂവ് ചെയ്തു. അവിടെ സെൻറ്റ് അലോഷ്യസ് കോളേജിൽ അദ്ദേഹം അറ്റൻഡ് ചെയ്തു, അവിടെ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ എക്സെപ്ഷണൽ ആയിട്ടുള്ള എബിലിറ്റീസ് കാരണം, അതായത് കൂടുതൽ വയസ്സിനേക്കാളും കൂടുതൽ എബിലിറ്റീസ് ഉള്ളത് കാരണം അദ്ദേഹത്തിന് ഒരു സ്കോളർഷിപ്പ് കിട്ടി മെഡിസിൻ പഠിക്കാനായിട്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോയിൽ ഉള്ള യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ പഠിക്കാനായിട്ട് സ്കോളർഷിപ്പ് കിട്ടി. അത് 1914 He was absent during the 1916 to 1917 session for naval service and graduated with highest honors in 1919, being awarded an MB and a C.H. Cronin went on to earn additional degrees, including a diploma in public health, and in his MRCP in 1925 he was awarded an MD from the University of Glasgow for his dissertation. സോ അദ്ദേഹം അങ്ങനെ MD കരസ്ഥമാക്കി. ഇവിടെ നിന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധം, ഡിസർട്ടേഷൻ എന്ന് പറഞ്ഞൊരു പ്രബന്ധം, അദ്ദേഹത്തിൻ്റെ ആ പ്രബന്ധത്തിൻ്റെ നെയിമാണ് ദ ഹിസ്റ്ററി ഓഫ് എന്യൂറിസം. He died on 6 January 1981 in Montex and was interred at La Tour de Pales. സോ അദ്ദേഹം മരിച്ചത് 6 January 1981 അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത് ലാ ടോർ ഡെ പേൽസ് എന്ന സ്ഥലത്താണ്. Many of Cronin's writings, including published and unpublished literary manuscripts, drafts, letters, school exercise books and essays, laboratory books, and his MD thesis are kept at National Library of Scotland. ക്രോണിൻസ് എഴുതിയ ഒരുപാട് റൈറ്റിങ്സ്, പബ്ലിഷ് ചെയ്തതും പബ്ലിഷ് ചെയ്യാത്തതുമായിട്ട് ഒരുപാട് ലിറ്റററി മാനുസ്ക്രിപ്റ്റ്സ്, അതുപോലെ ഡ്രാഫ്റ്റ്സ്, ലെറ്റേഴ്സ്, അങ്ങനത്തെ ഉള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം നാഷണൽ ലൈബ്രറി ഓഫ് സ്കോട്ട്ലാൻഡിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ദ എസ്സേ ഈസ് ഓൺ ആൻ എപ്പിസോഡ് ഓഫ് ക്രോണിൻസ് മെഡിക്കൽ കരിയർ വിച്ച് ബെഫിറ്റ് ദ ടൈറ്റിൽ ആസ് വെൽ. അപ്പം നമ്മൾ ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്
ആൻ എപ്പിസോഡ് ഓഫ് ക്രോണിൻസ് മെഡിക്കൽ കരിയറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ടൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് ഉണ്ടല്ലേ, മെഡിക്കൽ കരിയറിനെ, ക്രോണിൻസിൻ്റെ മെഡിക്കൽ കരിയറിനെ കുറിച്ചിട്ടുള്ളൊരു എപ്പിസോഡാണ് ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്. ആസ് മെൻഷൻഡ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ, ക്രോണിൻ വാസ് എ മെഡിക്കൽ പ്രാക്ടീഷണർ ബിഫോർ ഹി ബിക്കെയിം എ നോവലിസ്റ്റ്. അദ്ദേഹം നോവലിസ്റ്റ് ആവുന്നതിന് മുൻപ് ആരായിരുന്നു? അദ്ദേഹം ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരുന്നു. സോ on one occasion, Cronin moved to a pleasant village named Tenokburg. He made visits to Glasgow to meet his girlfriend who was doing medicine there. അപ്പം ഒരു സമയത്ത് ക്രോണിൻ ഒരു നല്ലൊരു വില്ലേജ്, അതായത് ടെനക്ബർഗ് എന്നുള്ളൊരു വില്ലേജിലേക്ക് താമസം മാറ്റി. ഹി മെയ്ഡ് വിസിറ്റ് ടു ഗ്ലാസ്ഗോ ടു മീറ്റ് ഹിസ് ഗേൾ ഫ്രണ്ട് ഹു വാസ് ഡൂയിങ് മെഡിസിൻ ദർ. അപ്പം ഗ്ലാസ്ഗോയിലായിരുന്നല്ലോ ക്രോണിനും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഈ ക്രോണിൻ ഈ ഒരു വില്ലേജിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഗ്ലാസ്ഗോയിലേക്ക് പോകും അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡ്യൂറിങ് എ മന്ത് ഓഫ് എ ഇയർ, ക്രോണിൻ ഫൗണ്ട് ആൻ ഔട്ട്ബ്രേക്ക് ഓഫ് സ്കാലറ്റ് ഫോം ഫീവർ ഇൻ ദാറ്റ് വില്ലേജ്. അപ്പം ഏതൊരു വർഷത്തിലൊരു മാസത്തിൽ ക്രോണിന് പെട്ടെന്നുള്ളൊരു ഔട്ട്ബ്രേക്ക് ഉണ്ടായി. അതായത് ഒരു സ്കാർലറ്റ് ഫോം ഫീവർ ആ ഒരു വില്ലേജിൽ. സ്കാർലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവിടെ പകർച്ചപ്പനി എന്നാണ് അതിന് അർത്ഥം വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പകർച്ചപ്പനി ആ വില്ലേജിൽ രൂപപ്പെട്ടു. ദ സിവിയർ ഫോം ഓഫ് ദ ഡിസീസ് ഫൗണ്ട് ചീഫ്ലി എഫക്റ്റഡ് ദ ചിൽഡ്രൻ. കൂടുതലായിട്ടും കുട്ടികളെയാണ് എഫക്റ്റ് ചെയ്തിരുന്നത്. ദ വൈറ്റ്നെസ് ഓഫ് ഡിസീസ് ഫൗണ്ട് നോട്ട് ടു ബി റിഡ്യൂസ്ഡ് ബട്ട് ഇൻക്രീസ് പേഷ്യൻസ് ഇൻ ദ വില്ലേജ്. അതായത് ആ പകർച്ചവ്യാധി അത് കുറയല്ല ചെയ്തിരുന്നത്, അതിനും കൂടുതൽ പേഷ്യൻസ് ആ വില്ലേജിൽ ഉണ്ടാവുകയാണ് ചെയ്തത്. വിച്ച് മോട്ടിവേറ്റഡ് ക്രോണിൻ ടു ഓത്ത് ഹിംസെൽഫ് ടു ഫൈൻഡ് ദ ഹിഡൻ ഫാക്ടർ. അങ്ങനെ ക്രോണിൻ തീരുമാനിച്ചു, ക്രോണിനൊരു മോട്ടിവേഷൻ കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഈ ഹിഡനായിട്ട് കിടക്കുന്ന എന്തിൽ നിന്നാണ് ഈ ഒരു അസുഖം വന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ക്രോണിനുണ്ടായി. വിച്ച് വാസ് എഫക്റ്റിംഗ് പോസിബിൾ പീപ്പിൾ ഇൻ ദ വില്ലേജ്. റിയലൈസിംഗ് ദ റിക്വയറിംഗ് ഹെൽപ്പ്, ക്രോണിൻ സ്ട്രെച്ച് ഹിസ് ഹാൻഡ് ഔട്ട് ടു പബ്ലിക് ഹെൽത്ത് അതോറിറ്റീസ്. അങ്ങനെ സഹായത്തിന് വേണ്ടി പബ്ലിക് ഹെൽത്ത് അതോറിറ്റീസിനെ സമീപിക്കുകയാണ് ക്രോണിൻ ചെയ്തത്. At that time, Dr. Snowday has been appointed as a medical officer of health in the village. അപ്പോൾ ആ വില്ലേജിൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ഓഫീസറായിട്ട് ഡോക്ടർ സ്നോഡിനെയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആസ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഡോക്ടർ സ്നോഡി, ക്രോണിൻ മെൻഷൻ ഹിം ആസ് എ സെൽഫ് ഇമ്പോർട്ടൻറ്റ് പ്രാക്ടീഷണർ ഹു റിസൈഡഡ് ടു ദ നെയ്ബർ ടൗൺ ഓഫ് നോക്സ് ഹിൽ. സോ അപ്പം ഡോക്ടർ സ്നോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രോണിൻ പറഞ്ഞിരിക്കുന്നത് സെൽഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണറാണെന്നാണ് പറയുന്നത്. അദ്ദേഹം എവിടെയാണ്, നെയ്ബർ ടൗണായ നോക്സ് ഹില്ലിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇരിക്കുന്നത്. ഹിസ് പേഴ്സണൽ ഡീറ്റെയിൽ ആസ് ഹി മാരിഡ് ടു എ റിച്ച് വിഡോ ഹു വാസ് സ്ലൈറ്റ്ലി ഓൾഡർ ദാൻ ഹിംസെൽഫ്. അപ്പം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു റിച്ച് വിഡോനെയാണ് മാരേജ് ചെയ്തിരിക്കുന്നത്, ഹു വാസ് സ്ലൈറ്റ്ലി ഓൾഡർ ദാൻ ഹിംസെൽഫ്. അപ്പം ഡോക്ടറെക്കാളും മുതിർന്ന ഒരു ആളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ആസ് ആൻ ഒഫീഷ്യൽ അതോറിറ്റി, ക്രോണിൻ റിവീൽഡ് ഹിം ആസ് എ പേഴ്സൺ ടു ഏൺ ബട്ട് നോട്ട് ടു പെർഫോം ഹിസ് ഡ്യൂ സർവീസസ്. ഒരു ഒഫീഷ്യൽ അതോറിറ്റി അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു അധികാരി എന്ന നിലയിൽ ക്രോണിൻ അദ്ദേഹത്തിന് റിവീൽ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏൺ ചെയ്യാൻ മാത്രമായിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ സർവീസസ് പെർഫോം ചെയ്യാനായിട്ടല്ല, ഏൺ ചെയ്യാനായിട്ടുള്ളത് മാത്രമായിട്ടുള്ള ഒരു ആളെന്ന നിലയിലാണ് ക്രോണിൻ റിവീൽ ചെയ്തിരിക്കുന്നത്. ആസ് എ ഫുഡ് ടു ഹിസ് ഹങ്കർ ഓഫ് ടു ഡിഗ് ഔട്ട് ദ കോസ് ഓഫ് സ്പ്രെഡിങ് ഡിസീസ്, ക്രോണിൻ ഫൗണ്ട് വൺ പോയിൻറ്റ് കോമൺ ടു ഓൾ ദ കേസസ് ദാറ്റ് ഹി മെറ്റ് വിത്ത്. അങ്ങനെ വിശപ്പിനുള്ള ഒരു ഭക്ഷണം എന്ന നിലയിൽ ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ കോസ് ചൂഴ്ന്ന് കണ്ടെത്തിയത് എന്താണ്, ഒരു പോയിൻ്റ്, എല്ലാ കേസിലും ഒരേ ഒരു പോയിൻ്റ് ഉണ്ട് കോമൺ ആയിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കാം. ആ ഒരു കോമൺ പോയിൻ്റ് എന്തായിരുന്നു? ദ കൺജക്ചർ വാസ് ടേംഡ് ഷോ ഹെഡ് മിൽക്ക്. കൺജക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുള്ളായിട്ടുള്ളൊരു ഇൻഫർമേഷൻ അല്ലാതെ കുറച്ച് ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ ഷോ ഹെഡ് മിൽക്ക് എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഷോ ഹെഡ് മിൽക്ക്? ഷോ ഹെഡ് എന്ന് പറയുന്ന ഒരു ഫാമാണ് അഡ്ജസൻറ്റ് ടു ടെനോക്ബർഗിന് അഡ്ജസൻ്റ് ആയിട്ടുള്ളൊരു ഷോ ഹെഡ് എന്ന് പറയുന്ന ഒരു ഫാമാണുള്ളത്. ഹി വാസ് വെരി സർട്ടൻ ടു അക്യൂസ് ദ ഫാം ബട്ട് ഹാഡ് നോ എവിഡൻസ് ടു പ്രൂവ് ഹിം റൈറ്റ്. പക്ഷേ ആ ഒരു ഫാമിനെ അക്യൂസ് ചെയ്യാനായിട്ട് എന്താ പറയുക, ഒരു എവിഡൻസും ഇല്ല. അത് അവിടെ നിന്നാണ് ആ ഒരു അസുഖത്തിൻ്റെ തുടക്കം എന്ന് പറയാനായിട്ട് ഒരു എവിഡൻസും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കണം. ഫോർ വിച്ച് ഹി മെയ്ഡ് എ വിസിറ്റ് ടു ഷോ ഹെഡ്.
അങ്ങനെ ഷോഹെഡ് അതിലേക്ക് ആ ഒരു ഫാമിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്തു അദ്ദേഹം. ഹി എവിഡൻസ് ദ പ്ലേസ് പ്രിറ്റി ആൻഡ് ക്ലീൻ. പക്ഷെ അവിടെ ഭയങ്കര ക്ലീനും ഭംഗിയൊക്കെ ആയിരുന്നു. ഹി ഫെൽറ്റ് ഇൻ ഹാർട്ട് ദാറ്റ് റോബ് ഹെൻറി ഹു ഓൺ ദ ഫൈൻ ഡയറി ഫാം മസ്റ്റ് ബി പ്രൗഡ് ഓഫ് ഇറ്റ്. ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അദ്ദേഹം, എന്താ റോബ് ഹെൻറിയാണ് ആ ഫാമിൻ്റെ ഉടമസ്ഥൻ, അദ്ദേഹം ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. കാരണം ആ ഒരു ഫാം അത്രയും എന്താണ് പ്രെറ്റി ആൻഡ് ക്ലീൻ ആയിരുന്നു അല്ലേ. Once entering the farm, Cronin was made to interact with Jean Henry, wife of Rob Henry. Rob Henryയുടെ വൈഫ് ജെയിൻ ഹെൻറി ആയിട്ട് ഇൻട്രാക്ട് ചെയ്തു ആ ഫാമിലേക്ക് കടന്നപ്പോൾ. ഷീ ഹാഡ് ബീൻ വർക്കിംഗ് ആസ് എ ഡയറി മെയ്ഡൻ ഇൻ ദ സെയിം ഫാം. അതേ ഫാമിൽ തന്നെ ഡയറി മെയ്ഡൻ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഫാമിൻ്റെ ഉടമസ്ഥൻ്റെ ഭാര്യ. ദോ ഷീ വാസ് മച്ച് യങ്ങർ ടു ടോബ് ഹെൻറി, ഷീ ബിക്കെയിം ഹിസ് വൈഫ്. എങ്ങനെയാണെങ്കിലും ആ ടോബ് ഹെൻറിനേക്കാളും ഒരുപാട് ചെറുതാണ് വൈഫ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. Cronin encapsulated the reason for his visit and denounces hesitantly that showhead milk is the only cause to spread scarlet fever. സോ അപ്പോൾ അങ്ങനെ അവിടെ പോയതിൻ്റെ കാര്യം ക്രോണിൻ പറയുകയാണ്, ഈ സ്കാർലറ്റ് ഫീവറിൻ്റെ കാരണം എന്ന് പറയുന്നത് ഷോഹെഡ് മിൽക്ക് ആണെന്ന്. റിവീലിംഗ് ഇറ്റ് ദ harmony in the speech becomes disturbed. Showing disagreement to his statement, she concludes the speech in a harsh manner, asking him to meet the master for further speech, accusing that farm. അങ്ങനെ ഇത് ഷോഹെഡിൻ്റെ മിൽക്കാണ് ഈ അസുഖത്തിനൊക്കെ കാരണമെന്ന് ഈ ഭാര്യയോട് പറയുകയാണ്. അപ്പം അത് സ്വാഭാവികമായിട്ടും സ്വന്തമായിട്ട് നടത്തുന്നൊരു ഫാമിൽ വന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ ദേഷ്യം വരും. അങ്ങനെ ആ ഫാമിൻ്റെ ഉടമസ്ഥൻ്റെ ഭാര്യയ്ക്കും ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ ഓണറോട് പോയിട്ട്, അല്ലെങ്കിൽ ഫാമിൻ്റെ മെയിൻ ഹെഡിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാനായിട്ട് ഭയങ്കര ആംഗ്രി ആയി എന്നാണ് പറയുന്നത്. The annoying mannerism of Jean Henry agitates his courage and initiates him to set back and abandon the idea of evacuating the village. ജീൻ ഹെൻറിയുടെ ആ ഒരു അനോയിങ് ആയിട്ടുള്ളൊരു മാനറിസം, അതായത് ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ ഒരു കറേജ്, അതായത് ആ ഒരു വില്ലേജിനെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളൊരു ആ ഒരു തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ടേക്കാണ് പോയത്. ബട്ട് വാച്ചിങ് വൺ ഓഫ് ഹിസ് പേഷ്യൻസ് വിത്ത് ഹിസ് ബ്രദേഴ്സ് സഫറിങ് ഷോയിങ് ദ സൈൻ ഓഫ് സിക്നസ് turn him back to his path to find the cause of disease. അങ്ങനെ വീണ്ടും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഡോക്ടറുടെ ഒരു പേഷ്യൻസിൽ ഒരാളുടെ ബ്രദർ സഫർ ചെയ്യുകയാണ് ഈ ഒരു അസുഖം കൊണ്ട്. അതിൻ്റെ സിക്നസ്സും അതുപോലെ തന്നെ ആ ബുദ്ധിമുട്ടുകളുമൊക്കെ ഡോക്ടർ കാണാനിടയായി. അതുകൊണ്ട് തന്നെ അത് കണ്ടതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും ആ ഒരു ഡിസീസിൻ്റെ, ആ ഒരു അസുഖത്തിൻ്റെ കാരണം തേടാനായിട്ട് വീണ്ടും പുറപ്പെടുകയാണ് ചെയ്യുന്നത്. Cronin's evidence reaches very strong that the powdery desiccation like a dust of brand which followed scarlet fever. അങ്ങനെ ക്രോണിൻ്റെ ആ ഒരു എവിഡൻസ് സ്ട്രോങ് ആയി തന്നെ കിട്ടി. എന്തായിരുന്നു അത്? പൗഡറി ഡെസ്ക്യുമേഷൻ ലൈക്ക് എ ഡസ്റ്റ് ഓഫ് ബ്രാൻ എന്ന് പറയുന്നത് ഒരു തരം ധാന്യമാണ്. അപ്പോൾ ആ ധാന്യത്തിൽ നിന്നുണ്ടാകുന്ന പൊഴിഞ്ഞു പോകുന്ന, ഡെസ്ക്യുമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീലാവുന്ന ഒരു ഡസ്റ്റ്, അതാണ് സ്കാർലറ്റ് ഫീവർ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഹി ഓൾസോ നോട്ടീസസ് ദാറ്റ് ഡേവിഡ് വിത്ത് ദ ആംബുലൻറ്റ് ഫോം ഓഫ് ഡിസീസ് നോട്ട് ഓൺലി കണ്ടാമിനേറ്റ് ദ മിൽക്ക് ബട്ട് ഓൾമോസ്റ്റ് സെർട്ടൻലി ഇൻഫെക്റ്റ് ദ അഡേഴ്സ് ഓഫ് ദ കൗസ്. അപ്പം പിന്നെ നോട്ടീസ് ചെയ്തെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ചെയ്യുന്നൊരു ഡിസീസാണ്. അത് മിൽക്കിനെ മാത്രമല്ല കണ്ടാമിനേറ്റ് ചെയ്യുക, പിന്നെ അല്ലാതെ കൗവിൻ്റെ, അതായത് പശുവിൻ്റെ അകിടിനെയും അത് ഇൻഫെക്റ്റഡ് ആക്കും. സോ ഇങ്ങനെയാണ് ആ ഒരു സ്കാർലറ്റ് ഫീവർ പടർന്നിരിക്കുന്നത്. സഡൻലി റോബ് ഹെൻറി എൻറ്റേഴ്സ് വിത്ത് എ thundered voice terming Cronin the spy. അങ്ങനെ റോബ് ഹെൻറിയാണ് പെട്ടെന്ന് എൻട്രി സഡൻലി, അതായത് ഷൗട്ട് ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു ക്രോണിനാണ് സ്പൈ എന്ന്. Cronin explains the cause of scarlet fever, evidencing David and asked him to shut the dairy to save people from the disease. അങ്ങനെ ക്രോണിൻ പറഞ്ഞു എന്താണ് ഈ സ്കാർലറ്റ് ഫീവറിൻ്റെ കാരണം എന്നുള്ളത് ക്രോണിൻ പറഞ്ഞു കൊടുത്തു, അതിൻ്റെ എവിഡൻസും കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഈ ഡയറി ക്ലോസ് ചെയ്യണം, എന്നിട്ട് ആളുകളെ ആ ഒരു ഡിസീസിൽ നിന്ന് രക്ഷിക്കണമെന്ന്. Rob Henry, deafening himself to hear Cronin's speech, drinks up half a dipper of milk by himself and gives the rest half to his wife. അങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ റോബ് ഹെൻറി എന്ത് ചെയ്തു? ഈ പറഞ്ഞതൊന്നും ഒന്നും ചെവിക്കൊള്ളാതെ, ക്രോണിൻസിൻ്റെ സ്പീച്ച് ഒന്നും മാനിക്കാതെ തന്നെ അവർ രണ്ടുപേരും, അതായത് നമ്മുടെ റോബ് ഹെൻറിയും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ ഹാഫ് എ ഡിപ്പർ ഓഫ് മിൽക്ക് രണ്ടുപേരും കൂടെ കുടിക്കുകയാണ് ചെയ്തത്.
Cronin, with a burdened heart, put forth the matter before Dr. Snoddy and insisted him to make a step immediately to stop the dangerous disease with the help of official capacity. After a day-old couple, Cronin receives a note from court mentioning that Rob Henry has filed a case against Cronin. അപ്പം ക്രോണിൻ വളരെ വിഷമകരമായിട്ടുള്ളൊരു മനസ്സോടുകൂടി തന്നെ നമ്മുടെ ഡോക്ടർ സ്നോഡിയോട് പറയുകയാണ് ഈ ഒരു സ്റ്റെപ്പ് എത്രയും പെട്ടെന്ന് ഈ ഒരു ഡിസീസ് സ്പ്രെഡ് ചെയ്യാവുന്ന ആ ഒരു സ്റ്റെപ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കണം, ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കണം, അതിന് ഒഫീഷ്യൽ കപ്പാസിറ്റിയുടെ ഹെൽപ്പ് തേടണമെന്നാണ് പറഞ്ഞത്. ആഫ്റ്റർ എ ഡേ ഓഫ് കപ്പിൾ, അതായത് 1-2 ദിവസം കഴിഞ്ഞിട്ട് ക്രോണിൻ ഒരു നോട്ട് വന്നു കോർട്ടിൽ നിന്ന്. അതായത് റോബ് ഹെൻറി ഈ ക്രോണിനെതിരായിട്ടൊരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. കാമറൺ, ഹു ബീൻ എ മിയർ സപ്പോർട്ടർ ഓഫ് ക്രോണിൻ, എൻകറേജസ് ആൻഡ് അഡ്വൈസസ് ഹിം ടു ടെൽ ദ കോർട്ട് വാട്ട് ഹി ഹാസ് വിറ്റ്നസ്. അപ്പം കാമറൺ എന്ന് പറഞ്ഞത്, കാമറൺ വലിയ സപ്പോർട്ടറാണ് ക്രോണിൻ്റെ. അദ്ദേഹത്തിനെ എൻകറേജ് ചെയ്യുകയും അഡ്വൈസ് ചെയ്യുകയും ചെയ്തു. എന്താണ് അവിടെ വിറ്റ്നസ് ചെയ്തത് എന്നുള്ളത് കോർട്ടിനെ ബോധിപ്പിക്കാനായിട്ട് അദ്ദേഹം എൻകറേജ് ചെയ്യുകയാണ് ചെയ്തത്. ദ ന്യൂസ് സ്പ്രെഡ് ഓൾ ഓവർ ദ വില്ലേജ് ആൻഡ് പീപ്പിൾ ഗേസ് ക്രോണിൻ ഇൻ എ സ്ട്രേഞ്ച് മാനർ. അങ്ങനെ ആ ഒരു വില്ലേജിൽ ഈ ഒരു ന്യൂസ് എല്ലാവിടെയും സ്പ്രെഡ് ചെയ്തു. ആളുകളെല്ലാവരും അദ്ദേഹത്തിന് സ്ട്രേഞ്ച് എന്താ സ്ട്രേഞ്ച് ആയിട്ട് എല്ലാവരും നോക്കാൻ തുടങ്ങി. സബ്സിക്വൻ്റ്ലി അനദർ ഇഷ്യൂ കെയിം out to the village that Jean Henry has been affected by scarlet fever and delirious. അങ്ങനെയാണ് വേറൊരു ഇഷ്യൂ, അതായത് ആ ഒരു വില്ലേജിൽ നിന്ന് വന്നത്. എന്താണ്, നമ്മുടെ ഫാം നടത്തുന്ന ഓണറായ ജീൻ ഹെൻറി ഈ ഒരു സ്കാർലറ്റ് ഫീവറായിട്ട് എഫക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ അദ്ദേഹം എന്താണ് വളരെ ഒരുമാതിരി പിച്ചും പേയൊക്കെ പറയാമെന്ന് പറയില്ല, ആ ഒരു വയ്യായിക കാരണം അത്രയും ഉള്ളൊരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ദ ന്യൂസ് സ്ട്രിപ്ഡ് Cronin to feel sympathy for her. Showhead had forbidden her removal to the hospital, and as a matter of fact, the diary had also been closed. അങ്ങനെ ഈ ഒരു ന്യൂസ് കേട്ടപ്പം ക്രോണിന് വളരെയധികം സിമ്പതിയായി. കാരണം അവർ ആ ഒരു പാലെടുത്ത് കുടിച്ചിട്ടാണ് അവർക്ക് ആ ഒരു ഫീവർ വന്നത്. Showhead had forbidden her removal to the hospital, and as a matter of fact, the diary had also been closed. അങ്ങനെ ജീൻ ഹെൻറിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും അതേപോലെ തന്നെ അവരുടെ ആ ഒരു ഡയറി ഫാം ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഇത് തന്നെയാണ് ആ ഒരു ഡിസീസിൻ്റെ തുടക്കം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായത് കൊണ്ടാണ് അങ്ങനെയൊരു ക്ലോസ് ചെയ്തത്. Concluding the essay, Jean Henry grows worse and brought in word that she was gone. Rob Henry and Cronin meet each other in a calm way, and at last the diary has been closed by the sacrifice of the life of Jean Henry. അങ്ങനെ ഈ എസ്സേ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ജീൻ ഹെൻറിയുടെ ആ ഒരു ഹെൽത്ത് വളരെ മോശമായി പോയി. അതേപോലെ ബ്രോട്ട് ഇൻ വേർഡ് ദാറ്റ് ഷീ വാസ് ഗോൺ, അതായത് മരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഷീ വാസ് ഗോൺ, അങ്ങനെ ഒരു വാർത്തയാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത്. റോബ് ഹെൻറിയും ക്രോണിനും വീണ്ടും മീറ്റ് ചെയ്തു. നല്ല സമാധാനത്തിലായിരുന്നു അവർ മീറ്റ് ചെയ്തത്. ലാസ്റ്റ് ആ ഡയറി ക്ലോസ് ചെയ്തു. എങ്ങനെയാണത് ക്ലോസ് ആക്കി? നേരത്തെ ക്രോണിൻ പറഞ്ഞിരുന്നു പോയിട്ട് ഇങ്ങനെ ഡിസീസ് സ്പ്രെഡ് ആകുന്നുണ്ട്, അത് ഇവിടെ നിന്നാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ ഒരുപാട് ഷൗട്ടൊക്കെ ചെയ്തു. ലാസ്റ്റ് ജീൻ ഹെൻറിയുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഫാം ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. സോ ഇതാണ് നമ്മുടെ പ്രോസിലെ ഈ ഒരു ചാപ്റ്റർ.